നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ കൈവശമിരിക്കുന്ന കമ്പ്യൂട്ടറിൽ IT സ്കൂൾ ഉബുണ്ടു എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. നമ്മൾ സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം IT സ്കൂളിൻ്റെ ഉബുണ്ടു ആണ്. എന്നാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ വിൻഡോസിൻ്റെ കമ്പ്യൂട്ടറാണ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത്. നമുക്ക് നമ്മുടെ കൈവശമിരിക്കുന്ന കമ്പ്യൂട്ടറിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ അതിനകത്ത് കിടക്കുന്ന ഫയലുകളൊന്നും നഷ്ടപ്പെടാതെ എങ്ങനെ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്കൂളിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഉബുണ്ടു ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ വിൻഡോസ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് സാധിക്കത്തില്ല. അതിന് ഉബുണ്ടു തന്നെ ആവശ്യമാണ്. അപ്പോൾ വീട്ടിലിരിക്കുന്ന നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നിങ്ങളുടെ കൈവശം ഉബുണ്ടുവിൻ്റെ ISO ഫയൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സ്കൂളിലെ IT വിഭാഗം ചാർജുള്ള അധ്യാപകൻ്റെ കൈവശം ഈ ഒരു ഉബുണ്ടുവിൻ്റെ ISO ഫയൽ ഉണ്ടായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു ഫയൽ. എങ്ങനെ നെറ്റിൽ നിന്നും ഈ ഒരു ISO ഫയൽ ഡൗൺലോഡ് ചെയ്യാമെന്നും ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നുണ്ട്. അത് കണ്ട് ആ ഒരു ISO ഫയൽ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ രക്ഷിതാക്കളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കുട്ടിക്ക് അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ല, നിങ്ങൾ വിദ്യാർത്ഥികളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്ലോ ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവനായി കണ്ട് മനസ്സിലാക്കിയ ശേഷം എങ്ങനെ കമ്പ്യൂട്ടറിനകത്ത് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ഇതുപോലുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമായിട്ട് IT സ്കൂൾ ഉബുണ്ടു ISO ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ബ്രൗസറിനകത്ത് IT സ്കൂൾ ഉബുണ്ടു എന്ന് സെർച്ച് ചെയ്യുക. IT സ്കൂൾ ഉബുണ്ടു എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇതുപോലൊരു സെർച്ച് റിസൾട്ട് വരും. kite.kerala.gov.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്യുക. അവിടെ നിന്നാണ് നമ്മൾ ഉബുണ്ടുവിൻ്റെ ISO ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ IT സ്കൂൾ GNU ലിനക്സ് 18.04 എന്ന് പറയുന്ന ആ ഒരു ഫയൽ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഏകദേശം 3.9 GB ഫയൽ സൈസ് ഉണ്ട്. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഡെസ്ക്ടോപ്പിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഫയൽ. നിങ്ങൾ ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക. രണ്ടാമത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് ഒരു വിർച്വൽ ബോക്സ് ആണ്. വിർച്വൽ ബോക്സ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്ന Oracle VM വിർച്വൽ ബോക്സ്, അതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ Oracle VM വിർച്വൽ ബോക്സ് ഓപ്പൺ ചെയ്യുക. ഇതാണ് ആ ഒരു വെബ്സൈറ്റിൻ്റെ പേജ്. ഇവിടെ ഡൗൺലോഡ് വിർച്വൽ ബോക്സ് 6.1 എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വിർച്വൽ ബോക്സ് 6.1.22 എന്നുള്ളതിൻ്റെ താഴെ വിൻഡോസ് ഹോസ്റ്റ് എന്നുണ്ടായിരിക്കും. അത് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 103 MB ആണ് എൻ്റെ ഫയൽ സൈസ്. അത് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നമ്മുടെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഓപ്പൺ ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഫയലിൻ്റെ ലൊക്കേഷനിൽ പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ്സിനകത്ത് ആ ഫയൽ കാണാൻ സാധിക്കും. വിർച്വൽ ബോക്സ് 6.122 എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആവും. പ്രിപ്പയറിംഗ് ടു ഇൻസ്റ്റാൾ എന്ന് കാണിക്കും. തുറന്നു വരുന്ന ബോക്സിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത ബോക്സും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഈ 4 ടിക്ക് മാർക്കും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പ്രൊസീഡ് വിത്ത് ഇൻസ്റ്റാളേഷൻ നൗ എന്ന് കാണിക്കും. അവിടെ യെസ് കൊടുക്കുക. തുടർന്ന് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. അല്പസമയത്തിനുള്ളിൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. സ്റ്റാറ്റസ് എന്ന് കാണുന്ന ഭാഗത്ത് ഒരു പ്രോഗ്രസ് ബാർ കംപ്ലീറ്റ് ആവും. അത് വെയിറ്റ് ചെയ്യുക. ഇവിടെ തൽക്കാലം ഈ ഒരു ടിക്ക് ഓഫ് ആക്കുക, ഫിനിഷ് കൊടുക്കുക. നമ്മുടെ ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കിനി ബാക്കി എല്ലാ ഫയലും ക്ലോസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഡെസ്ക്ടോപ്പിനകത്ത് ആ ഒരു Oracle VM വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. ഇതാണ് ആ ഒരു Oracle VM വിർച്വൽ ബോക്സിൻ്റെ ഫയൽ. നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു IT സ്കൂളിൻ്റെ ISO ഫയലും ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ വിർച്വൽ ബോക്സിനകത്തേക്കാണ് ഈ IT സ്കൂൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. നമുക്ക് ഡെസ്ക്ടോപ്പിനകത്തുള്ള ആ ഒരു ഐക്കൺ ഡബിൾ ക്ലിക്ക് കൊടുക്കാം. അപ്പോൾ വിർച്വൽ ബോക്സ് സ്റ്റാർട്ട് ആവും.
വിർച്വൽ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ പുതിയ ഒരു ISO ഫയൽ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ നെയിം ചോദിക്കും. നമ്മളുടെ ഉബുണ്ടു ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഉബുണ്ടു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഉബുണ്ടു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. താഴെ ടൈപ്പ് എന്നുള്ളിടത്ത് ലിനക്സ് ആണെന്ന് ഉറപ്പുവരുത്തുക. വെർഷൻ എന്നുള്ളിടത്ത് ഉബുണ്ടു 64 ബിറ്റ്, അത് ഓട്ടോമാറ്റിക് വന്നോളും. നമ്മളത് നെക്സ്റ്റ് കൊടുക്കുക. അടുത്തത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ വിർച്വൽ മെഷീന് എത്ര MB റാം വേണമെന്നാണ് ചോദിക്കുന്നത്. ഡിഫോൾട്ടായിട്ട് 1024 MB ഉണ്ടായിരിക്കും, അതായത് 1 GB ഉണ്ടായിരിക്കും. നമുക്ക് ഒരല്പം കൂടി GB അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഓപ്ഷൻ വലത്തേക്ക് നീക്കി കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് നമുക്ക് കൂട്ടാൻ സാധിക്കും. ഇവിടെ ടൈപ്പ് ചെയ്ത് വേണമെങ്കിലും നൽകാൻ സാധിക്കും. അപ്പോൾ 2048 ഓക്കെ, 2 GB റാം ഞാൻ ഇവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം അത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. തുടർന്ന് ഒരു ഹാർഡ് ഡിസ്ക് നമ്മൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അവിടെ ക്രിയേറ്റ് എ വെർച്വൽ ഹാർഡ് ഡിസ്ക് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, സെലക്ട് ചെയ്യുക. തുടർന്ന് ക്രിയേറ്റ് എന്ന ബട്ടൺ അമർത്തുക. ഇവിടെ ആദ്യം കാണുന്ന VDI വിർച്വൽ ബോക്സ് ഡിസ്ക് ഇമേജ് സെലക്ട് ചെയ്യുക. അതിലായിരിക്കും ഡിഫോൾട്ടായിട്ട് സെലക്ഷൻ കിടക്കുക, മാറ്റം വരുത്തേണ്ട. തുടർന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡൈനാമിക്കലി അലോക്കേറ്റഡ് കൊടുത്താൽ മതി. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ വിർച്വൽ ഹാർഡ് ഡിസ്ക്, ആ ഹാർഡ് ഡിസ്കിന് എത്ര GB ഫയൽ സൈസ് വേണമെന്നാണ് തീരുമാനിക്കേണ്ടത്. അതായത് നമ്മളൊരു വിർച്വൽ മെഷീൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. മെഷീന് എത്ര GB ഹാർഡ് ഡിസ്ക് വേണം, നമ്മുടെ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്ന മെഷീൻ എത്ര ഹാർഡ് ഡിസ്ക് വേണമെന്ന് ചോദിക്കുകയാണ്. ഇവിടെ 10 GB ഡിഫോൾട്ടായിട്ട് ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾ ഒരു അല്പം കൂടി കൊടുക്കാം. ഇവിടെ 60 GB ഹാർഡ് ഡിസ്ക് കൊടുക്കുകയാണ്. ശേഷം ക്രിയേറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മുടെ വിർച്വൽ മെഷീൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഉബുണ്ടു എന്നുള്ള അത് സെലക്ട് ചെയ്യുക. തുടർന്ന് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ജനറൽ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക. അവിടെ അഡ്വാൻസ്ഡ് എന്നുള്ളത് എടുക്കുക. ഇവിടെ ഷെയർഡ് ക്ലിപ്പ് ബോർഡ് എന്നുള്ളത് ബൈ ഡയറക്ഷണൽ സെലക്ട് ചെയ്യുക. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്നുള്ളതും ബൈ ഡയറക്ഷണൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ കൺട്രോളർ IDE എന്നുള്ളിടത്ത് MD എന്നായിരിക്കും കാണാൻ സാധിക്കുക. ആ MD എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇവിടെ ഈ ഒരു ഡിസ്കിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ചൂസ് എ ഡിസ്ക് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമുക്ക് ഒരു ഡിസ്ക് ഫയൽ ഇവിടെ സെലക്ട് ചെയ്യണം. നമ്മൾ ഡെസ്ക്ടോപ്പിനകത്തൊരു ITT സ്കൂൾ GNU ലിനക്സിൻ്റെ ഡിസ്ക് ഇമേജ് ഫയൽ ഇട്ടിട്ടുണ്ട്. ആ ഡിസ്ക് ഇമേജ് ഫയൽ നമുക്ക് ഡെസ്ക്ടോപ്പിൽ നിന്നും സെലക്ട് ചെയ്യാം. ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓക്കെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സെറ്റിങ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിർച്വൽ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഉബുണ്ടു എന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം സ്റ്റാർട്ട് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വിർച്വൽ മെഷീൻ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്കിത് തുടർന്ന് ഇതുപോലൊരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് കീബോർഡിലെ ആരോ കീ ഉപയോഗിച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇൻസ്റ്റാൾ ഉബുണ്ടു എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. തുടർന്ന് നമ്മുടെ ഉബുണ്ടു ലോഡ് ആവുന്നത് കാണാൻ സാധിക്കും. ഉബുണ്ടുവിൻ്റെ ഇൻസ്റ്റാളിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. തുടർന്ന് വെൽക്കം സ്ക്രീൻ കാണാൻ സാധിക്കും. ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. തുടർന്ന് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കീബോർഡ് ലേഔട്ട് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇംഗ്ലീഷ് US കൊടുക്കുക. ഇംഗ്ലീഷ് US തന്നെ സെലക്ട് ചെയ്യുക. തുടർന്ന് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോർമൽ ഇൻസ്റ്റാളേഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇവിടെ ഡൗൺലോഡ് അപ്ഡേറ്റ്സ് വൈൽ ഇൻസ്റ്റാളിംഗ് ഉബുണ്ടു എന്നുണ്ടായിരിക്കും. അത് തൽക്കാലം ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇൻസ്റ്റാൾ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ എന്നുള്ള ടിക്ക് കൊടുക്കുക. തുടർന്ന് കണ്ടിന്യൂ കൊടുക്കുക. തുടർന്ന് ഇറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ ഉബുണ്ടു എന്നുണ്ടായിരിക്കും. അത് സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. തുടർന്ന് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ സ്ഥലം സെലക്ട് ചെയ്യാനുള്ള ഭാഗമാണ്. നമുക്കിവിടെ ഇന്ത്യയാണ്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇവിടെ കൊൽക്കത്തയാണ് ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുക. അവിടെ മാറ്റമൊന്നും വരുത്തേണ്ടതായിട്ടില്ല. തുടർന്ന് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പേര് കൊടുത്ത ശേഷം ചൂസ് പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പാസ്വേഡ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് പിന്നീട് സോഫ്റ്റ്വെയറുകളും മറ്റൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തില്ല. തൽക്കാലം ഞാൻ ഇവിടെ 1 2 3 4 5 എന്ന് പാസ്വേഡ് കൊടുക്കുകയാണ്. താഴെയും അതേ പാസ്വേഡ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 സെലക്ട് ചെയ്ത് കൊടുത്തു. ലോഗിൻ ഓട്ടോമാറ്റിക്കലി എന്ന ഓപ്ഷൻ ഉണ്ട്. റിക്വയർഡ് മൈ പാസ്വേഡ് എന്നുണ്ട്. ലോഗിൻ ഓട്ടോമാറ്റിക്കലി കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് അടിക്കാതെ തന്നെ നമുക്ക് മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അത് കൊടുക്കാതിരിക്കുക. റിക്വയർഡ് പാസ്വേഡ് തന്നെ കൊടുക്കുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്വേഡ് പിന്നീട് നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട് സ്ഥിരം ടൈപ്പ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ പാസ്വേഡ് കൊടുത്ത് തന്നെ സ്ഥിരം ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക.
റിക്വയർഡ് പാസ്വേഡ് ടു ലോഗിൻ കൊടുക്കുക. തുടർന്ന് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കോപ്പിംഗ് ഫയൽസ് എന്ന് കാണുവാൻ സാധിക്കും. ഇത് ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള പ്രോസസ്സാണ്. വെയിറ്റ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉബുണ്ടുവിൻ്റെ കുറേ ഫീച്ചറുകളെ വിവരിച്ചുകൊണ്ടുള്ള സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇത് നമുക്ക് വലത്തേക്കും ഇടത്തേക്കും നീക്കിക്കഴിഞ്ഞാൽ അവരുടെ വിവിധ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇതിനകത്തുള്ള പുതിയ പുതിയ ഫീച്ചറുകൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, അവർ പൊക്കിക്കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. നമ്മുടെ ഇൻസ്റ്റാളിങ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ റീസ്റ്റാർട്ട് നൗ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തുടങ്ങാൻ സാധിക്കും. അതുകൊണ്ട് ഉബുണ്ടു ഉപയോഗിച്ച് തുടങ്ങാൻ സാധിക്കും. നമുക്ക് റീസ്റ്റാർട്ട് നൗ കൊടുക്കാം. അല്പസമയത്തിനുള്ളിൽ ഒന്നുകൂടി കമ്പ്യൂട്ടർ റീബൂട്ടായി വരുന്നതായിരിക്കും. പ്ലീസ് റിമൂവ് ഇൻസ്റ്റലേഷൻ മീഡിയം ദെൻ പ്ലസ് എൻ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എൻ്റർ ക്ലിക്ക് ചെയ്യാം. വിർച്വൽ മെഷീനിൽ ഉബുണ്ടു ഗ്നൂലി ITT സ്കൂൾ ഉബുണ്ടു ലോഡായി വന്നിരിക്കുകയാണ്. പാസ്വേഡ് നമുക്ക് അടിക്കാം. 1 2 3 4 5 പാസ്വേഡ് അടിച്ചു. നമ്മുടെ ഡെസ്ക്ടോപ്പ് വന്നിരിക്കുകയാണ്. നമ്മൾ സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന ITT സ്കൂൾ ഗ്നൂ ലിനക്സ് ആണ് ഇവിടെ ലോഡായിരിക്കുന്നത്. നമ്മുടെ വിൻഡോസ് മെഷീനിലാണ് ഈ ഒരു ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ വിൻഡോസ് ഡിലീറ്റ് ആയി പോയിട്ടുമില്ല. നമുക്ക് അതിനകത്ത് തന്നെ ഉബുണ്ടു ഉപയോഗിക്കാനും സാധിക്കും. നമുക്കിത് ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു ചെറിയ വിൻഡോയിലാണ് ഈ ഒരു ഉബുണ്ടു ലോഡായി വന്നിരിക്കുന്നത്. നമുക്കത് ഫുൾ സ്ക്രീൻ ആക്കാം. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യാനുള്ളത്, വിർച്വൽ ബോക്സിൻ്റെ മുകളിലത്തെ മെനുവിൽ ഡിവൈസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഇൻസർട്ട് ഗസ്റ്റ് അഡീഷൻ CD ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് റൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മുടെ പാസ്വേഡ് ചോദിക്കും. 1 2 3 4 5 പാസ്വേഡ് കൊടുത്തു. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുത്തു. ഓതൻറ്റിക്കേറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ സമയം വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മുടെ ആ ഒരു ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഈ ലിനക്സ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അതിനുവേണ്ടി ഇവിടെ സിസ്റ്റം ക്ലിക്ക് ചെയ്യുക. അവിടെ റീസ്റ്റാർട്ട് കൊടുക്കുക. ശേഷം റീസ്റ്റാർട്ട് കൊടുക്കുക. അല്പസമയത്തിനുള്ളിൽ നമ്മുടെ ഉബുണ്ടു റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റീസ്റ്റാർട്ട് ആയി വന്നിട്ടുണ്ട്. പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യാം. ഇനി നമുക്കിത് ഫുൾ സ്ക്രീൻ ആക്കണം. അതിന് വേണ്ടിയിട്ട് കൺട്രോൾ റൈറ്റ് വശത്തെ കീബോർഡിലെ റൈറ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിക്കുക. ശേഷം കീബോർഡിൽ F പ്രസ് ചെയ്യുക. ഇതുപോലൊരു വിൻഡോ വരും. അവിടെ സ്വിച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കണ്ടോ, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഫുൾ സ്ക്രീനായിട്ട് നമ്മുടെ ഗ്നൂ ലിനക്സ് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ആപ്ലിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ ഉപയോഗിക്കുന്ന സെയിം സിസ്റ്റം തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആക്സസറീസ് ഉണ്ട്, എഡ്യൂക്കേഷൻ, എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഹോം ഉണ്ട്, എല്ലാം സെയിം സിസ്റ്റം തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഷട്ട് ഡൗൺ ചെയ്യാം. ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ ഓപ്ഷൻ ഉണ്ട്. ഷട്ട് ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മളിതെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഈ ഒരു വിർച്വൽ ബോക്സിലേക്ക് കയറണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുക എന്നാണ് ഇനി ഞാൻ കാണിച്ചിരുന്നത്. ഒറാക്കിൾ VM വിർച്വൽ ബോക്സിൻ്റെ ഷോർട്ട് കട്ട് ഇവിടെ ഡെസ്ക്ടോപ്പിൽ കാണുന്നുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓപ്പൺ ആവും. ഇതുപോലെ ഉബുണ്ടുവിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഉബുണ്ടു ക്ലിക്ക് ചെയ്യുക. നേരെ സ്റ്റാർട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലുള്ള സെറ്റിങ്സുകൾ യാതൊന്നും ചെയ്യേണ്ടതില്ല. ജസ്റ്റ് വിർച്വൽ ബോക്സിൽ കയറുക, ഉബുണ്ടു ക്ലിക്ക് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. ഉബുണ്ടു ബൂട്ടായി വരുന്നതായിരിക്കും. നമുക്ക് ഇവിടെ ഇതുപോലെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഈ മെസ്സേജ് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് ടിക്ക് കൊടുത്ത ശേഷം സ്വിച്ച് കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ വിർച്വൽ ബോക്സ് ഇവിടെ ലോഡ് ആവുന്നുണ്ട്. ഉബുണ്ടു ഓക്കെ, നമ്മുടെ ITT സ്കൂൾ ഉബുണ്ടു ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് വിർച്വലായിട്ട് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സുഹൃത്തുക്കൾക്ക് ഈ ഒരു അറിവ് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.